സ്വന്തം പാട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം എങ്ങനെ ഫീൽ ചെയ്യാറ്? അതും ഒരു വല്ലാത്ത അനുഭവം. കാരണം നമ്മൾ കവേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ പോലല്ലല്ലോ. നമ്മൾ സ്റ്റുഡിയോയിൽ പാടിയ പാട്ട് അവര് സ്പെഷ്യലി ക്രൗഡ് നമ്മളുടെ കൂടെ അതൊക്കെ ഏറ്റു പാടുമ്പോ ഉണ്ടല്ലോ, അതൊരു ഗൂസ് ബംസ് മൊമെന്റ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് നൈറ്റ് ഷോ ഒക്കെ ആവുമ്പോ ഇനിഷ്യലി ഒക്കെ എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ. പറയോ ക്രൗഡ് പേമാരി പാടാനൊക്കെ? അത് ഓൾവേസ് ഉണ്ടാവും. ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ വൈബ് വേറെയാണ്. ഏൻ പുറപ്പെടുന്നതിനൊക്കെ എല്ലാരും കൂടെ അങ്ങ് പാടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം അനോമിയിൽ വന്ന ആ ഒരു പെരുമ്പാമ്പ്. വേറൊരു ഡിഫറെന്റ് ജോണറാണ്. ജോണർ ആണ്. എല്ലാം ഡിഫറെന്റ് ജോണറാ സത്യത്തില്. ഇത് എല്ലാം വേറെ വേറെ അല്ലേ? ലൈക്ക് അനോമിയിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അനോമിയില് ഹർഷവർദ്ധൻ സാറാണ്. അപ്പൊ സാറിനെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു പവർഫുൾ അത് തന്നെയായിരുന്നു, പരിപാടി തന്നെയായിരുന്നു അവിടെ വേണ്ടത്. അപ്പോൾ നന്ദഗോപൻ കമ്പോസർ കം പ്രൊഡ്യൂസർ നന്ദു ആണ് ഇത് എന്നെ കൊണ്ട് പാടിച്ചെടുത്തത്. ഒപ്പം അവരുടെ റിയ സാർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരങ്ങനെ പറഞ്ഞ ആ ഒരു എനർജി പാക്ഡ് ആക്കുക എന്നുള്ളൊരു സാധനം കൊണ്ട് കുറച്ച് ഗ്രഡ്ജൊക്കെ വെച്ച് അങ്ങനെ പാടുക എന്നുള്ളൊരു ഇതിൽ തന്നെ ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.